നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പൊതുവിഷയമല്ല ചർച്ചയ്ക്കെടുക്കുന്നത്. ഇന്ന് നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഓരോ പൗരന്മാരും ചെയ്യേണ്ട ജോലികളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൻ്റെ ഒരു ഭാഗമായി കേരളത്തിലെ വിദ്യാർത്ഥി ലോകത്തിന് ഒരു ഇൻഫർമേഷൻ തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിയുമെങ്കിൽ ഇത് കേൾക്കുന്ന ആൾക്കാർ +2 പഠിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് ഇത് എത്തിച്ചാൽ നന്നായിരിക്കും. കാരണം നമുക്കറിയാം, +2-ന് ശേഷം ഇപ്പോൾ ഡിഗ്രിക്കൊക്കെ കോളേജുകളിലൊക്കെ കുട്ടികൾ കുറവാണ്. അതിന് പ്രധാന കാരണം കാനഡ, ജർമ്മനി, UK പോലുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കുട്ടികൾ +2-ന് ശേഷം പഠിക്കാൻ പോകുന്നു. ബാക്കിയുള്ള കുട്ടികളിൽ ഭൂരിപക്ഷവും നേഴ്സിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത്. പ്രത്യേകിച്ച് BSc നേഴ്സിങ്ങിന്. അതിപ്പോൾ ആൺകുട്ടികളും പഠിക്കുന്നുണ്ട്, പെൺകുട്ടികളും പഠിക്കുന്നുണ്ട്. ഈ BSc നേഴ്സിങ്ങിന് പോകുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ആശ്രയിക്കുന്നത് കർണാടക സ്റ്റേറ്റിനെ, അതായത് ബാംഗ്ലൂർ, ഈ പറഞ്ഞ നമ്മുടെ ഈ മൈസൂർ, ഇങ്ങനെയുള്ള മംഗലാപുരം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് നമ്മുടെ ആൾക്കാർ കൂടുതൽ നേഴ്സിംഗ് പഠിക്കാൻ ആശ്രയിക്കുന്നത്. അപ്പോൾ നേഴ്സിംഗ് പഠിക്കാൻ ഈ കഴിഞ്ഞ വർഷം വരെ നമുക്ക് +2 പാസ്സായവർക്ക് കർണാടകയിലെ ഹോസ്പിറ്റലുകളിലൊക്കെ സീറ്റ് കിട്ടുന്നത് വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ അതിന് ടെസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ വർഷം മുതൽ ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് എഴുതിയാൽ മാത്രമേ നമുക്ക് ഏത് കോട്ടയിലും, അത് പ്രൈവറ്റ് മാനേജ്മെൻറ്റ് കോട്ടയായിക്കോട്ടെ, ഗവൺമെൻറ് കോട്ടയായിക്കോട്ടെ, ഏത് കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ ഇനി മുതൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? എല്ലാ വിദ്യാർത്ഥികളും കർണാടക സ്റ്റേറ്റിൽ BSc നേഴ്സിംഗ് പഠിക്കണമെങ്കിൽ അവർ നടത്തുന്ന നേഴ്സിംഗ് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, BSc നേഴ്സിംഗ്. ആ എൻട്രൻസ് ടെസ്റ്റ്, അതിന് പറഞ്ഞ പേര് CET ആണ്. CET എക്സാം എന്നാണ് അതിന് പറയുന്നത്. അത് KEA നടത്തുന്നതാണ്. അപ്പോൾ ഈ എൻട്രൻസ് ടെസ്റ്റ് പാസ്സാകാതെ എന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ എങ്കിലും വരണം. അങ്ങനെയുള്ളവർക്ക് ഇനി മുതൽ അഡ്മിഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇത് പലർക്കും ഇപ്പോഴും അറിയില്ല. കാരണം അടുത്ത പ്രാവശ്യം ഈ വർഷം +2 പാസ്സായതിനു ശേഷം നേഴ്സിംഗ് അഡ്മിഷൻ നോക്കുമ്പോൾ കേരളത്തിലെ സീറ്റുകൾ പരിമിതമാണ്. അപ്പോൾ BSc നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാൻ പാടാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന കർണാടക സ്റ്റേറ്റ് ആയതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ആ സമയത്ത് ഇത് അറിഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ഒരു വർഷം നഷ്ടപ്പെടും. ഇപ്പോൾ കഴിഞ്ഞ വർഷം ആന്ധ്രയിൽ ഇപ്പോൾ ടെസ്റ്റ് നടത്തിയിരുന്നു. ടെസ്റ്റ് കമ്പൽസറി ആക്കി. അപ്പോൾ പല ഏജന്റുമാരും കുട്ടികളോട് പറഞ്ഞു, അല്ല കമ്പൽസറി അല്ല, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ 100 കണക്കിന് മലയാളി കുട്ടികളാണ് അബദ്ധത്തിൽ ചാടിയിരിക്കുന്നത്. അവിടെ ഇപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല. ആന്ധ്ര ഗവൺമെൻറ് നടത്തിയ ടെസ്റ്റ് എഴുതാത്തതിൻ്റെ പേരിൽ മലയാളി പെൺകുട്ടികൾ ഒട്ടേറെ പേര് തിരികെ പോരേണ്ട ഒരവസ്ഥ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആ അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിയുമെങ്കിൽ ഇത് നിങ്ങൾക്ക് അടുപ്പമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. ഇത് വ്യൂവേഴ്സ് കുറഞ്ഞ ഒരു വീഡിയോ ആയിരിക്കും. കാരണം ഈ സംഭവം ഒട്ടേറെ പേർക്ക് ഒരു പൊതുവായ കാര്യമല്ലാത്തതുകൊണ്ട് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഇത് ഞാൻ പറയുന്നുവെന്ന് മാത്രം. അപ്പോൾ ഈ 2024 ഫെബ്രുവരി 15-ാം തീയതിക്കകം ഇതിന് അപേക്ഷ കൊടുക്കണം. അത് കർണാടകയിലല്ലാത്ത വിദ്യാർത്ഥികൾക്ക് 2500 രൂപയാണ് ഇതിന് ഫീസ്. ഏപ്രിൽ 17, 18 ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത്. 18-ാം തീയതി 2024 ഏപ്രിൽ 18, 2024 ഏപ്രിൽ 19, 2 തീയതികളിൽ പരീക്ഷ നടക്കും. പരീക്ഷ എന്ന് പറയുന്നത് BSc നേഴ്സിംഗിന് നടക്കുന്ന 3 പരീക്ഷയാണ്: ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി. അപ്പോൾ നിങ്ങളതിന് ലിങ്ക് ഉണ്ട്, അതിൽ കയറി നിങ്ങളുടെ ബയോഡാറ്റാസ് എല്ലാം ഉണ്ടാകണം. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊടുത്ത് നിങ്ങളത് ഫില്ല് ചെയ്യണം. അങ്ങനെ അക്ഷയ മുഖേനയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പബ്ലിക് കോളേജാണ്, ഞങ്ങളിത് ഫ്രീ ആയി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സംശയ നിവാരണം ചെയ്തു കൊടുക്കുന്നുണ്ട്. എൻട്രൻസിന് വേണ്ട കോച്ചിങ്ങുകൾ പിന്നീട് +2-ൻ്റെ പരീക്ഷയ്ക്ക് ശേഷം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ താല്പര്യമുള്ളവർ ചേർന്നാൽ മതി. അതിനുവേണ്ടി ഞാൻ പറഞ്ഞതല്ല. ഒട്ടേറെ കുട്ടികൾക്ക് ഈ ഏജന്റുമാർ മുഖേനയൊക്കെ ഇപ്പോഴേ പൈസ അടുത്ത വർഷത്തേക്ക് കൊടുത്തവരെയൊക്കെ എനിക്കറിയാം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഏജന്റുമാർ നല്ല രീതിയിൽ നടത്തുന്നവരുണ്ട്. ഭൂരിപക്ഷവും അവരുടെ ജോലിയാണെങ്കിൽ കൂടിയും ഭൂരിപക്ഷവും കുട്ടികളെ വഴിതെറ്റിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഞങ്ങളൊക്കെ ഈ മേഖലയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അപ്പോൾ ഓരോരുത്തരും സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള കുടുംബത്തിൽ നിന്നായിരിക്കും നേഴ്സിങ്ങിന് പോകുന്നത്. ചിലപ്പോൾ അവർ വളരെ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നുകൊണ്ടാണ് മക്കളെ നല്ലൊരു ഭാവിക്ക് വേണ്ടി നാളുകളിൽ ഇവർ പഠിച്ചിറങ്ങി വിദേശത്ത് പോയി കുടുംബത്തിനും അവർക്കും ഒരു ഗുണകരമാകും. അങ്ങനെ കുടുംബം ഉയരും. സാമ്പത്തികമായും ഒക്കെ ആഗ്രഹിച്ചാണ് പല ത്യാഗവും സഹിച്ച് പല കടവും ഇടമൊക്കെ വാങ്ങിച്ച് കുട്ടികളെ BSc നേഴ്സിങ്ങിന് വിടുന്നത്. അപ്പോൾ ഇപ്പോൾ പല ഏജന്റുമാരും ഇപ്പോൾ കുട്ടികളെ
ഇപ്പോൾ തന്നെ അടുത്ത വർഷം കർണാടകയിൽ അഡ്മിഷൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ഇപ്പോഴേ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ചതിയിലൊന്നും പോയി വീഴരുത്, അങ്ങനെ നടക്കില്ല. ഇനിയും INC-യുടെ പ്രത്യേക സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷനാണ്. അതുകൊണ്ട് കർണാടകയിൽ എൻട്രൻസ് ടെസ്റ്റ്, ഈ പറഞ്ഞിരിക്കുന്ന എൻട്രൻസ് ടെസ്റ്റ് എഴുതാതെ ആർക്കും തന്നെ പ്രവേശനം അവിടെ ഉണ്ടായിരിക്കുകയില്ല. കാരണം ഞാനിത് പറയാൻ കാരണം അടുത്ത വർഷം നമ്മുടെ 10,000 കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാത്തൊരവസ്ഥ വരും. കേരളത്തിൽ BSc നഴ്സിംഗിൻ്റെ സീറ്റുകൾ വളരെ പരിമിതമാണ്. അതും എൻട്രൻസ് ടെസ്റ്റിലൂടെയാണ്. ഹൈ അക്കാഡമിക് അതായത് ഹൈ പ്രൊഫൈൽ മാർക്കുള്ളവർക്ക് മാത്രം, അത് മാത്രമല്ല നല്ലപോലെ ടെസ്റ്റ് അപ്പിയർ ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ, പെർഫോം ചെയ്യുന്നവർക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. കേരളത്തിൽ ഇതിനും അത്ര സീറ്റുകളൊന്നുമില്ല. കർണാടകയിലാണെങ്കിൽ 854 സ്ഥാപനങ്ങളുണ്ട്. ഈ 854 സ്ഥാപനം എന്ന് പറയുമ്പോൾ അത് ഗവൺമെൻറ് സെക്ടേഴ്സിലും പ്രൈവറ്റ് സെക്ടേഴ്സിലുമാണ്. ഈ 854 സ്ഥാപനങ്ങളിൽ 10,000 വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളി കുട്ടികളാണ് അതിൽ ഭൂരിപക്ഷവും. മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ ഇപ്പോൾ നേഴ്സിംഗ് പഠിക്കാൻ അവിടെ വരുന്നുണ്ട്. നമുക്കറിയാം മലയാളികളാണ് നേഴ്സിംഗിന് പോകാൻ ആദ്യകാലം മുതൽ, പഴയ കാലം മുതൽ ആരംഭിച്ചത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മറ്റ് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് മെഡിക്കൽ രംഗത്ത്, നേഴ്സിംഗ് രംഗത്ത് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 10,000 കുടുംബങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. സാമ്പത്തികമായി നല്ല ഉയർച്ച ഉണ്ടായി. അവർ മുഖേന അവരുടെ സഹോദരങ്ങൾക്കും കുടുംബത്തിനും ഒക്കെ മറ്റുള്ളവർക്കൊക്കെ ഗുണകരമായ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നേഴ്സിംഗ് പഠനം അടുത്ത പ്രാവശ്യം കേരളത്തിലെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാകും. ആ സാഹചര്യത്തിലാണ് ഈ ഒരു എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ച് പലർക്കും അറിയില്ല. ഇങ്ങനൊരു എൻട്രൻസ് ടെസ്റ്റ് ഇപ്പോൾ അവർ അനൗൺസ് ചെയ്ത കാര്യം, അത് ഒരു ധാർമ്മികതയുടെ പേരിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പബ്ലിക് കോളേജ് കോട്ടയത്ത്, ചെങ്ങന്നൂർ, ഹരിപ്പാട്, മൂവാറ്റുപുഴ, ആലപ്പുഴയിലൊക്കെ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ കുട്ടികൾക്കെല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ ഇത് ചെയ്യേണ്ട ഫ്രീ ആയുള്ള സർവീസ് കൊടുക്കുന്നുണ്ട്. ആരോടും ഒരു പണം പോലും വാങ്ങില്ല, അത് ഉറപ്പ് തരാം. അപ്പോൾ ഈ ടെസ്റ്റ് എഴുതാൻ നിങ്ങളെ സഹായിക്കാം. ഇതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകാം. 9447112303 ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ അറിയാം. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, 9447112303 എന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അറിയാം. കാര്യങ്ങൾ അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു തരാം. മറ്റൊരു സാമ്പത്തിക ഉദ്ദേശം ഈ വീഡിയോ ചെയ്യുന്നതിന് പിന്നിലില്ല എന്ന് നിങ്ങളെ അറിയിക്കട്ടെ. ആരും തന്നെ പണം നൽകേണ്ടതില്ല. ഇതിനകത്ത് ഉള്ളത് ഈ മേഖലയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരു ഇൻഫർമേഷൻ തരിക എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും തന്നെ ഫെബ്രുവരി 15-നകം അപ്ലൈ ചെയ്യുക. അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതൊരു ഏറെ വിദ്യാർത്ഥി ലോകത്ത് ഇത് പലർക്കും ഇത് അറിയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ വീഡിയോ ചെയ്തത്. കഴിയുമെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക. ഇത് വ്യൂവേഴ്സിൻ്റെ എണ്ണം നോക്കിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ നമ്മുടെ സംസ്ഥാനത്ത് വിദേശത്ത് പോയി പഠിക്കുന്ന നേഴ്സിംഗ് ജോലിക്ക് ഒക്കെ ഉതകുന്ന തരത്തിൽ അവർ പോകുവാൻ പഠിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രം കരുതിയാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ല നമസ്കാരം. കഴിവതും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ വീഡിയോസ് ഇനിയും ഉണ്ടാവും. നിങ്ങൾ കൂട്ടുകാർക്കും മറ്റുള്ളവർക്കും ഒക്കെ ഇത് പങ്കുവയ്ക്കുക, ഈ അറിവ്. കാരണം അതുകൊണ്ട് അവരുടെ ഭാവി, ഒരാളുടെ ഭാവി നമുക്ക് സുരക്ഷിതമാക്കാൻ പറ്റും. ഇന്ന് മെഡിക്കൽ കോഴ്സുകൾക്കാണ്, പ്രത്യേകിച്ച് BSc നഴ്സിംഗ് പോലുള്ള കോഴ്സുകൾക്കാണ് എല്ലാവരും കൂടുതൽ ആൾക്കാർ പോണത്. കാരണം അതിൻ്റെ ദൂരവ്യാപകമായി അതുണ്ടാക്കുന്ന ഗുണകരമായ മാറ്റത്തെക്കുറിച്ച്, സാമ്പത്തിക മാറ്റത്തെക്കുറിച്ചൊക്കെ എല്ലാവരും നല്ല അവബോധമുള്ളതുകൊണ്ടാണ് മലയാളികൾ പ്രത്യേകിച്ച് ഇത് തിരഞ്ഞെടുക്കുന്നത്. താങ്ക് യു സോ മച്ച്.